ഇതാണ് നമ്മുടെ വിവരത്തിന്റെ ഗുണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോള് വേറൊരുത്തന്റെ കൂടെ പോയി, മോൻ വേറൊരുത്തന്റെ കൂടെ പോയി. ഇനിയിപ്പോ ദുആ ചെയ്താലും ചെയ്തതും ചിലപ്പോ ഗോതര അല്ലാഹുടെ പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി. എന്നാലും ഞാനത് അവളോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കൃത്യമായൊരു ദുആയുണ്ട്. ആ ദുആയുടെ അർത്ഥം പറഞ്ഞു തന്നാൽ ഇന്നത്തെ പെണ്ണിനോട് മാണും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വാപ്പായുമായി നിർബന്ധിച്ചത് പറഞ്ഞിട്ടേ വിടാവൂ. എന്താ ദുആ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ എന്താ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മുടെ നോട്ടം രാവിലെ മാതൃഭൂമി അല്ല പറഞ്ഞ പറയണ്ട, ഞാൻ അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. മാതൃഭൂമിക്കാൻ ഏതായാലും അതോടെ പാഠം ഒരാൾ ചെയ്തു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃഭൂമി പരിഹസിച്ചു. പ്രവാചകനെ കാർട്ടൂൺ വരച്ച് പരിഹസിച്ചതിന്റെ പേരിലാണ് പിന്നീട് പാരീസിലും ഡെൻമാർക്കിലും ചാവേറുകളായി രോഷാകുലമായ വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹം ഇസ്ലാമിന്റെ പേരിൽ ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. പ്രവാചകനെ അപഹസിച്ചു എന്നതായിരുന്നു അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം, അല്ലേ? അത് വിവരവും വിവേകവുമില്ലാത്ത ഒരുപക്ഷെ തീവ്രവാദ സമൂഹം ഏറ്റെടുത്ത് അതിന്റെ പരിണിതഫലമായി ചാവേർ ബ്രസൽസിലും പാരീസിലും ചാവേറുകളായി പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആളുകൾ ചിതറിത്തെറിച്ചു. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളം മാതൃഭൂമി പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട്, അതും നിന്ദ്യമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് പത്രം പ്രസിദ്ധീകരിച്ചപ്പോ പിറ്റേ ദിവസം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും സ്വന്തം പ്രതീക്ഷിച്ചു. പക്ഷേ അതിന്റെ പേരിൽ മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് തന്നെ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ ടയർ കുത്തിക്കേറിയിട്ടില്ല, ഒരു മനുഷ്യന്റെ പോലെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് മാറിയിട്ടില്ല. കേരളത്തിന് ക്ഷുഭിതരായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചാൽ രക്തം കൊടുത്തിട്ടും ജീവൻ കൊടുത്തിട്ടും ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പേരിൽ ഒരു ചരൽക്കല്ല് പോലും എറിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് കേരളീയ മുസ്ലിമീങ്ങളുടെ വൈകാരികമല്ലാത്ത വിവേകത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയേറെ പ്രബുദ്ധരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് കഴിഞ്ഞു എന്നത് അതിന്റെ പുറകിലുള്ള മറ്റൊരു വൃത്താന്തമാണ്. ഒരു കല്ലെറിഞ്ഞിട്ടില്ല. മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നിരക്ക് ഒരു കല്ലെറിഞ്ഞില്ല, ഒരു ചില്ല് പോലും താഴെ വീണില്ല. എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം മാതൃഭൂമി ചവിട്ടി അരയ്ക്കണമെന്ന്. മാതൃഭൂമിക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ്. അവൻ പിറ്റേ ദിവസം അതിന്റെ ഫ്രണ്ട് പേജിൽ കൈവാലയത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു. പിന്നെ ആരും ചവിട്ടില്ലല്ലോ. പിറ്റേ ദിവസം നോക്കി, ഹജ്ജിന്റെ സമയമല്ല, ഉംറയുടെ സമയമല്ല, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേപ്പറിൽ ഉംറ ചെയ്യുന്ന കഅബയ്ക്ക് ചുറ്റും ഉംറ ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് വിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ വലിയൊരു ചിത്രം. എന്താ കാരണം? പിന്നെ പിറ്റേ ദിവസം മുസ്ലിങ്ങളെ അതിന് വിളിച്ച് ചവിട്ടില്ല എന്നറിയാം. നമ്മൾ ആരാസാനം അത് കീറി കളഞ്ഞിട്ട് ബാക്കിയിൽ ചവിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മൾ പത്രത്തിൽ പരസ്യം പറയുമ്പോൾ നമ്മൾ പറയും, ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി, ദരിദ്രൻ കോടീശ്വരനായി. പത്രം കിട്ടിയാൽ ലോട്ടറി ടിക്കറ്റിന്റെ അക്കം നോക്കുന്നതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാറില്ല. ഇന്നെ കേൾക്കാനത്തെ ഓരോ സഹോദരനും സഹോദരിയും ഈ ദുആ പഠിപ്പിച്ചു കൊള്ളുക. നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് മുതൽ ഇത് പഠിക്കണേ, പെൺമക്കൾക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ കൊയിലാണ്ടിയിലെ കല്യാണ വീട് നാളെ നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെടേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാനെല്ലാം എന്റെ റബ്ബിലേക്ക് വരവേൽപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കൊരു ശക്തിയുമില്ല. ഇത് പറഞ്ഞതിന് ശേഷം നീ വാതിൽ പടിയിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ളല്ല അൻ അസില്ല ഔ സല്ല ഔ അളലമ ഔ ഉദ്ലിമ ഔ അദ്ഖല ഔ യുജ്ഹലു അലയ്യ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉദ്ലില്ല അൻ അസില്ല ഔ ഉസില്ല അൻ അസില്ല ഔ ഉസല്ല ഔ അളിലമ ഔ ഉദ്ലിം അൻ അളിലമ ഔ ഉദ്ലിമ അൻ അജ്ഹല ഔ യുജ്ഹലു അലയ്യ.
ഏറ്റവും ആവശ്യമായ ഒരു ദുആയാണിത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അനലില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാ, പടച്ചവനെ പിശാചുക്കൾ വഴിനീളം കാത്തു നിൽക്കുകയാണ്. ആ ആൺകുട്ടികൾ എന്നെ കാത്തു നിൽക്കുകയാണ്. അവരെന്നെ മാംസം നോക്കി കൊതിയൂറുകയാണ്. അതിലേക്ക് ഞാൻ പെട്ടുപോയി വഴിതെറ്റി പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. അനാസില്ല, അല്ലാഹുവേ എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ്. ആ സമയത്ത് എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. പടച്ചവനെ, വിവരമില്ലാത്തതിൽ നിന്ന് വിവരക്കേടെന്നെ ബാധിച്ചിട്ട് ഞാൻ അജ്ഞതയിലോട്ട് നടന്നു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടല്ലാതെ നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവൊക്കെ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒന്ന് പൊക്കി പിടിക്കട്ടെ. എന്താണെന്നറിയോ, ഈ ദുആ അറിയാവുന്നവരൊന്ന് കൈവൊക്കി. താത്തരുത്, ഞാൻ എണ്ണാൻ പോവാണ്. ഒന്ന് എണ്ണാൻ പോണോ, പിന്നെ പൊക്കുന്നു. ഇത് കായ്വർക്കാർക്ക് അറിയാവുന്നവർ കൈവെക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ദുആ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ 10 പേർ, 10,000 പേര് കൂടിയതിൽ 10 പേർക്ക് അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം, വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കലോ. ഈ ദുആകൾ, ഈ പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ വഴിയിലൂടെ നടത്തട്ടെ. യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ തെറ്റു ചെയ്തു, ഉറപ്പാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴി ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമയുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മാക്ക് 7 മണി മുതൽ 9:30 വരെ സീരിയല്, വാപ്പാക്ക് 7 മുതൽ 9 വരെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വാപ്പ വേറെ മേച്ചിൽപ്പുറത്ത്, ഉമ്മ ഇവിടുത്തെ മേച്ചിൽപ്പുറത്ത്. സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ 2 കാരണങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ, ഒന്ന് സീരിയലും മറ്റൊരു സ്മാർട്ട് ഫോണാണ്. ഒന്ന് സീരിയൽ, മറ്റൊന്ന് സ്മാർട്ട് ഫോൺ. ഇത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റിച്ചത്. സീരിയൽ നിരോധിക്കണം എന്നൊരു ചർച്ച പോലും കേരളത്തിൽ അടുത്ത സമയത്ത് വന്നിരുന്നു. അത്രയേറെ നമ്മുടെ സ്ത്രീകളെ സീരിയലുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സീരിയലുകൾ പെണ്ണുങ്ങളെ സ്വാധീനിക്കാറില്ലേ? ഉണ്ടോ ഇല്ല? നിങ്ങൾ നോക്കാറില്ല? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങൾ ഒരു 7 മണിയാകുമ്പോ പോയി നോക്കി. സീരിയലൊക്കെ ഓൺ ചെയ്തിട്ട് പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഈ മയിൽക്കുറ്റിയുടെ മുകളിൽ ഓന്തിരിക്കണവരെ അങ്ങോട്ടും ആടൂല ഇങ്ങോട്ടും ആടൂല. ഇങ്ങനെ ഇരുന്നങ്ങ് നോക്കി അതിലേക്ക് അങ്ങ് ലയിച്ചു കടിയുമ്പോ ആ സീരിയലിൽ കോസ്മെറ്റിക് ഇട്ട്, വില കൂടിയ സാരി ധരിച്ച്, വില കൂടിയ ചെരുപ്പ് ധരിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ കണ്ണീർ തേക്കും. കരച്ചിൽ വരണമെങ്കിൽ സീരിയലിലെ പെണ്ണുങ്ങള്, സിനിമയിലെ പെണ്ണ് കരയുന്നത് ഗ്ലിസറിൻ കണ്ണീർ തെച്ചിട്ടാ. നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഗ്ലാമർ ഇരിക്കുന്ന പെണ്ണ് സീരിയലിൽ ഇങ്ങനെ ഗ്ലിസറിൻ തെച്ചിട്ട് കരയുമ്പോ ഈ വടക്കഞ്ചേരിയിലുള്ള വടക്കം പെണ്ണ് അത് കണ്ടിട്ട് ഇങ്ങനെ കരയും. എന്താ അതിന്റെ അർത്ഥം? ആ പച്ച പൊട്ടിക്കറിയില്ല അപ്പോഴും അപ്പുറത്തിരിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ വെച്ചിട്ടാ കരയുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് നോക്കിയിട്ട് ഇവള് കരയും. കാരണം അത്രത്തോളം അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ആ കണ്ണുനീർ. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാറില്ല. അവർക്കത് ഇപ്പൊ പുതിയ ജനറേഷൻ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. ഈ അടുത്ത സമയത്ത് കണ്ടു, ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം?
ഓരോ കുട്ടികൾ ഓരോന്നായി പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് സിനിമാ നടനാവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് സ്മഗ്ലർ ആവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് കമാൻഡോ ആവണം, വേറെ കുട്ടികൾ പറഞ്ഞു എനിക്ക് സൂപ്പർമാൻ ആവണം, വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ഛോട്ടാ ഭീം ആവണം. അവസാനം ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ആ കുട്ടിയോട് സാറ് ചോദിച്ചു, മോനെ നിനക്കാരാവണം? അവൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലെ TV ആവണം. ആ കുട്ടി പറഞ്ഞ മറുപടി എനിക്ക് എന്റെ വീട്ടിലെ TV ആവണം. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ പറയാ? അപ്പൊ നിഷ്കളങ്കമായിട്ട് ആ കുട്ടി പറഞ്ഞു, അത്രേ എനിക്ക് എന്റെ വീട്ടിലെ TV ആകാനാ ഇഷ്ടം. കാരണം ഞാൻ എന്റെ വീട്ടിലെ TV ആയിരുന്നുവെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നാൽ അച്ഛൻ ഓടി വന്ന് എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും. അമ്മ എല്ലാ തിരക്കിന്റെ ഇടയിലും മാറ്റിവെച്ച് എന്റെ അടുക്കൽ വന്നിരിക്കും. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എന്റെ അടുത്ത് വന്ന് ചുറ്റും വട്ടം കൂടിയിരിക്കും. അവരൊരു ദിവസം സന്ധ്യ മുതൽ രാത്രി പാതിരാത്രി ഉറക്കം വരുന്നത് വരെ അവരെന്റെ ചുറ്റുവട്ടത്ത് ഇരുന്ന് അവരെന്നെ മാത്രം നോക്കിയിരിക്കും. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ പോയി അത് കേടുപാടുകളൊക്കെ ശരിയാക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരതോത്തിട്ട് കരയും. അവസാനം അവർ എന്റെ മുമ്പിൽ തന്നെ ഉറക്കം വന്ന് എന്റെ മുമ്പിൽ തന്നെ കിടന്നവർ ഉറങ്ങും. അവരെപ്പോഴും എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്റെ വീട്ടിലെ TV ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് കുട്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ. നമ്മളൊരു TVയെ ശ്രദ്ധിക്കുന്നിടത്ത് പോലും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ധാർമ്മികമായി അല്ലാഹുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പോലും ആവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, മോനെ അവൻ എനിക്കെല്ലാം അറിയാം. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹൽ ആരാ? അതൊരു സഹാബിയുടെ പേരല്ലേ? അല്ലാഹു വെറുതെ പറഞ്ഞല്ല. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹൽ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. അതൊരു സഹാബിയുടെ പേരല്ലേ? നിഷ്കളങ്കമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഉഷാറിയത്തില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞാലേ ഞാൻ നന്നായിട്ട് വാല് പറയും. നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 8:30 തുടങ്ങും. കേട്ടോ? എന്തൊരു 8:30 കൂടെ നാളെ കൃത്യം 8:30 ഇൻഷാ അല്ലാഹ് വാല് തുടങ്ങാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത്തിരി താമസിച്ചു. മാത്രമല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞാനും മന്നാനിയും ബഹ്റൈനിലായിരുന്നു. മന്നാനി മിനിങ്ങാന്ന് വന്നു. ഇന്നലെ രാത്രിയാണ് എത്തിയത്. വളരെ രാത്രി, വളരെ വൈകി ഫ്ലൈറ്റ് ഡിലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, ഇവിടെ വന്ന് പ്രസംഗിക്കുക. ഇന്നൊരു വിശ്രമം കിട്ടിയാൽ നാളെ കുറച്ചുകൂടി നമുക്ക് ഹൈറാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 8:30 വരണം. ഒന്നുകൂടെ പെണ്ണുങ്ങൾ വരൂല 8:30? സീരിയലൊക്കെ ആ സമയമാകുമ്പോ തീരൂലേ? ഇല്ലേ? അല്ലെങ്കിൽ അവിടെ ഒന്ന് തൊട്ട് വെച്ചാൽ നമുക്ക് നാളെ കഴിഞ്ഞ് കഥ വിട്ട. ആദരവ് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് കേൾക്കേണ്ട വിഷയമാണ് നാളെ. ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ ആ സമയത്തിന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. 6-ാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോ മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിനോട് വാപ്പ പറഞ്ഞു കൊടുത്തു, പത്ര മോനെ, ഏത് സമയത്തും നീ മുടങ്ങാതെ പറയണേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് 6 വയസ്സ് പ്രായമുള്ളപ്പോ തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ പാകതയെത്തിയപ്പോ തന്റെ ജീവിതത്തിന്റെ തിരക്കുകളിടയിൽ മക്കളോടുള്ള ബാധ്യതകൾ മറന്നു പോകുന്നു. ഈ ചെറുപ്പക്കാരുടെ വഴിപഠിപ്പിക്കലിന് ഒരു വിഭാഗത്തിൽ ഉത്തരവാദിത്വം പറയേണ്ട മാതാപിതാക്കളോട് ഈ വിഷയമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ ദിക്ർ നീ പറയണം. 2 വർഷക്കാലം 8 വയസ്സ് വരെ ഞാൻ ദിക്ർ കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിന് വലിയ പ്രകാശമായി. എനിക്ക് എന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടായി. പരലോകത്തെ കുറിച്ചുള്ള അറിവെന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി. 6-ാമത്തെ വയസ്സിൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിൽ നന്മയുടെ വെളിപാടുകൾ ഉണ്ടാക്കിയ ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ.
മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നീ വാത് കേട്ട് പോയിട്ട് ആ ദുആയും പഠിപ്പിച്ചു കൊടുക്കണം, ഈ ദിക്ർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു പറമനുഷ്യന്മാരെ, ഇതൊക്കെ നിങ്ങൾക്ക് മൂല്യാക്കന്മാർക്കും തങ്ങന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടാക്കി മാറ്റി നിങ്ങൾ. അങ്ങനെ നിങ്ങളെ ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു തന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ അലർജിയായി. ഇത് മൊയ്ലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ളതാണെന്ന് ധരിച്ചുപോയി. മൊയ്ലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടല്ല ഇത്. അതല്ല തീരുമാനിച്ചത് മൊയ്ലിയാർക്ക് കിട്ടും. അതിൽ നിങ്ങൾ ബേജാറാവണ്ട, അതില് നിങ്ങൾ ബേജാറാവണ്ട. മൊയ്ലിയാർക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട. മൊയ്ലിയാർക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ പള്ളിയിലെ മുക്രിയ അല്ലേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള് പള്ളിയിലെ ഭാഗം വിളിക്കുന്ന മുക്രിക്കാക്കായ. മുക്രിക്കാക്കാടെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. കുറയൂല്ല. ഖത്തീബിന്റെ ശമ്പളം മാറിയാലും മുക്രിയുടെ ശമ്പളം മാറൂല. രണ്ടാമത് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാണ്. 2000 രൂപക്ക് പോലും ഈ കഴിഞ്ഞതിന് മുമ്പിൽ താഴ്ച കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിലെ ചുമയൊക്കെ പോയപ്പോ അവിടുത്തെ മുഅദ്ദിനോട് ഞാൻ ചോദിച്ച ശമ്പളം എത്രയാ? 1500 രൂപ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട്, ഇത് മൊയ്ലിയാക്കന്മാർക്ക് കൈമടക്കി കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് 1500 രൂപക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ കടക്കിന് കാരണത്താൽ, പൈസ ഇല്ലാത്ത കാരണത്താൽ ഒരു പള്ളിയിലെ മുക്രിയും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒരു പള്ളിയിലെ മുഅ്ലിയാർ ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷേ കോടികൾ കൊണ്ട് ബിസിനസ് നടത്തിയ കോടീശ്വരന്മാർ അവസാനം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് പറ മനുഷ്യന്മാരെ, കാരണം എന്താ? അതോത്തിട്ടാരും ബേജാറാവണ്ട. കാരണം ഇത് ഞാൻ എന്റെ യൂണിയന്റെ ഭാഗത്തുള്ള പ്രസംഗമാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കണ്ട. കാരണം ഞാനൊരു മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടവനാ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ജോലിയാണ് മുഅല്ലിമീങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുകയില്ല. പരീക്ഷണത്തിന് ഒരു പ്രതിവിധി കണ്ടിരിക്കും സഹോദരങ്ങള്. അതുകൊണ്ട് ഇത് മുഅ്ലിയാ കൂട്ടത്തിന് ബിരിയാണി തിന്നാനുള്ള ഏർപ്പാടല്ല. മക്കൾക്ക് നിന്റെ മക്കൾ വഴിപടക്കാതിരിക്കണമെങ്കിൽ, നിന്റെ മക്കൾ നാളെ മരിച്ചു കിടന്ന് യാസീനോദനമെങ്കിൽ 6ാമത്തെ വയസ്സിൽ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങണം. ഉറക്കെ പറ അല്ലാഹു ഹാദിരി, പറ അല്ലാഹു ഹാദിരി. ഒരു മുഈദ്ദീനാക്കി ഇവിടെ തന്നെ നടക്കുന്നു. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുള്ള, അല്ലാഹു ഹാദിരി, അല്ലാഹു നമ്മുടെ തൊട്ട് മുമ്പിൽ ഹാജരുണ്ട് മോനെ. അല്ലാഹു നാദിരി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു നമ്മളെ നോക്കുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിദി, നമ്മൾ എന്ത് ചെയ്താലും പടച്ച റബ്ബിന് സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് പൊന്നുമോനെ. ഞാനെന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, 6ാമത്തെ വയസ്സ് മുതൽ ആ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ നോക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മൾ ഇട്ടുകൊടുത്താൽ പിന്നെ ആ മക്കൾ വളർന്നു തരുമ്പം വഴിതെറ്റി പോകുമ്പോ, അങ്ങനെ വഴിതെറ്റിപ്പോയാൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതാമല്ലോ. ആ രീതിയിൽ ജീവിതത്തിൽ പ്രായോഗിക ജീവിതം പഠിച്ച ചെറുപ്പക്കാരാ, അറിയാതെ തെറ്റ് ചെയ്തു പോയാലും അവര് തീരുമാനിക്കും, അല്ലാഹുവേ അവർ അല്ലാഹുവിലേക്ക് സ്വയം ശുദ്ധിയാകാൻ ആഗ്രഹിച്ചവരാ. അല്ലാഹു നമ്മളെ പരിശുദ്ധരാക്കി തരട്ടെ. അതുകൊണ്ട് ഇതേവരെ തെറ്റ് ചെയ്തവരോട്, ഇതേവരെ തെറ്റ് ചെയ്തവരോട്, ഇതേവരെ ജീവിതത്തിൽ അപനസഞ്ചാരം ചെയ്തവരോട് സ്വയം പരിശുദ്ധനാകാൻ ഒരു മാനസികാവസ്ഥയുണ്ടാകണേ. അല്ലാഹു നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അല്ലാഹു മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് യുവത്വത്തിന്റെ ഒന്നാമത്തെ അടയാളം സ്വയം പരിശുദ്ധരാവുക. 2 സമയം വളരെ കുറവ്, ഞാൻ നിർത്താൻ ആഗ്രഹിച്ച സമയമായി. എന്നാൽ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പറയാം. എത്ര ആളുകൾ വന്നല്ലേ? നിങ്ങൾ ഇരിക്കൂലോ അല്ലേ? നിങ്ങൾ ഇരിക്കൂന്ന് ഉറപ്പുള്ളവരൊക്കെ കൈ നോക്കട്ടെ.
ആളുകൾക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടു എന്ന് അർത്ഥം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പായൊന്നും നിർത്തിയിരുന്നെങ്കിൽ പടച്ചോനെ വിചാരിച്ചു പൊക്കൂല. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ചൂട് തന്നെയാണ്. ഇരിക്കുന്നതിനൊരു പരിധി. ആളുകളൊക്കെ നല്ല ചൂടിലാണ്. ബഹ്റൈനിൽ പോയപ്പോ നല്ലതാണ്. എന്താ സുഖം. നല്ല നമ്മുടെ ഇവിടുത്തെ ഡിസംബറിന്റെ കാലാവസ്ഥ. ഞാൻ ഒത്ത് പടച്ചോനെ അവിടെ തന്നെ നിൽക്കുക. നല്ല കാലാവസ്ഥ. ഇവിടെ വന്നിറങ്ങുമ്പോഴോ ദിനമായ 42 ഡിഗ്രിയാണെന്ന് പാലക്കാട് ജില്ലയിലെ ചൂട്. ഇത് പാലക്കാട് 42 ഡിഗ്രി. ഏറ്റവും കൂടുതൽ ചൂട് അല്ലാഹു നമുക്ക് തരും പാലക്കാട് ജില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും നരകത്തിൽ പോകുമ്പോൾ അല്ലാഹു പാലക്കാട് ഇച്ചിരി കുറച്ച് അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മനുഷ്യന്മാരെ ഈ ദുനിയാവില് കുറെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നരകത്തില് ഉള്ളില്ലാതാക്കില്ല. ഒരു 2 ഡിഗ്രിയൊക്കെ. എറണാകുളത്ത് നിന്ന് 38ആണ്, പാലക്കാട് 42. 4 ഡിഗ്രിയൊക്കെ കുറച്ച്. എന്നാ അവിടെ 4 ഡിഗ്രി കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലതാ. ഞാൻ വെറുതെ ഒരു അനുമാനം പറഞ്ഞു കേട്ടെ. ഇനി ബുഖാരിയിലോ ഹദീസിലോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴയും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഒരാൾക്കും മാനസാന്തരമുണ്ടായാൽ അവൻ ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി. അവൻ അള്ളാഹുവിന്റെ പള്ളിയുമായിട്ടെടുത്തു. ആ പെണ്ണ് പിന്നീട് തലയിൽ തുണിയിടുന്നവളായി. ആ പെണ്ണ് പിന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവളായി. അവൾ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കുന്നവളായി. അവൾ 5 വക്ത് നിസ്കാരം മുടക്കാത്തവളായി. അവൾ പർദ്ദയിട്ട പെണ്ണായി മാറി. ഒക്കെ ചെയ്തു പോകും. രണ്ടാമത് ചെയ്യേണ്ടത് ഖുർആൻ അല്ലാഹു പറയുകയാണ്, റിജാലു, യഥാർത്ഥ ആൺകുട്ടികൾ. യഥാർത്ഥ ആൺകുട്ടി ആരാ? നീ എന്തുവാണ് വിശാല കൂടെ കൂടെ ബക്കറ്റ് സമയായ ഓന്ത് തലയിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കല. ബക്കറ്റുമായിട്ട് പോകാൻ ഞാൻ പറയാം. എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതൊന്ന് ദൂരദർശന്റെ മറ്റു ഊമകളുടെ വാർത്ത ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവും. ഈ ദൂരദർശനിൽ 1 കാലം ഊമകൾക്കൊരു വാക്കുണ്ടാവൂ. അങ്ങനെ കാണിച്ചാൽ എനിക്ക് മനസ്സിലാവൂ. രണ്ട് എണ്ണി പഠിക്കണ. 1 പരിശുദ്ധരാവുക. 2 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിലേക്ക് പരിശുദ്ധരായി പടച്ചറപ്പിലേക്ക് മടങ്ങിയിട്ട് പള്ളിയുമായിട്ട് അടുക്കണ നിസ്കാരം കളാക്കൽ എന്നൊക്കെ പറയുമ്പോ ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പരമപ്രധാനമായ തടസ്സം നമ്മുടെ കച്ചവടങ്ങളാ. അള്ളാഹു പറയാ, പടച്ചറപ്പിലോട്ടുള്ള വിശ്വാസം ഉണ്ടായാൽ, പടച്ചറപ്പിനോടുള്ള പേടിയുണ്ടായാൽ, നരകത്തെ കുറിച്ചുള്ള പേടിയുണ്ടായാൽ, അവരുടെ കച്ചവടങ്ങൾ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുകയില്ല. എത്ര വലിയ കച്ചവടമാണെങ്കിലും ശരി, ഏത് വലിയ ബിസിനസ് ആണെങ്കിലും ശരി, അവര് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, റമളാനിൽ നോമ്പ് പിടിക്കാൻ, കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ, വർഷത്തിലൊരിക്കൽ പോയി ഹജ്ജ് ചെയ്യാൻ അവർക്ക് ആ കച്ചവടങ്ങൾ തടസ്സമാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനിത് പറയുന്ന ഈ വടക്കഞ്ചേരിക്കാർ മുഴുവനും ദേശീയപാതയുടെ ഓരത്ത് സുന്ദരമായി നടന്നു പോകുന്നവർക്ക് എണ്ണപ്പലഹാരം വെക്കുന്ന, രാപ്പകലുകളില്ലാതെ അടക്കാതെ കടകൾ തുറന്നു കൊടുക്കുന്ന ഗൾഫ് പോലെ അടക്കാത്ത പകലില്ലാത്ത രാത്രികളുള്ള ചെറിയൊരു സ്ഥലമാണ് വടക്കഞ്ചേരി. അള്ളാഹു നിങ്ങളുടെയൊക്കെ കച്ചവടത്തിന് ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ആ കച്ചവടത്തിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങളെ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മാറ്റിത്തരട്ടെ. അതിനും ആമീൻ പറയൂലേ? യഥാർത്ഥത്തിൽ വടക്കഞ്ചേരി ഗൾഫാണ്. ഇവിടെ പകലില്ല. ഇവിടെ വന്ന രാത്രിയിൽ കടയടയ്ക്ക് രാത്രിയിലല്ല, അടയ്ക്കൂല. വടക്കഞ്ചേരിയിലെത്തിയ കടയൊക്കെ രാത്രി തുറന്നിട്ട് മുഴുവൻ ലൈറ്റ് ഇട്ട് കണ്ട നമ്മൾ ഓർക്കും പടച്ചോനെ ഇതിപ്പോ ഏതോ ദുബൈയിലോ കുവൈറ്റിലോ ആണ്. പിന്നെ എതിരെ ഓട്ടോറിക്ഷ വരുമ്പോഴാണ് ഇത് കേരളമാണെന്ന് മനസ്സിലാകുന്നത്. കാരണം നല്ല റോഡ്, ദുബൈ പോലെ സുന്ദരമായ റോഡ്, രാത്രി മുഴുവനും നല്ല വെളിച്ചം, കടകളൊക്കെ തുറന്നിരിക്കുന്നു. ദുബൈ ആണോ എന്ന് ഓർക്കുമ്പോ ഓട്ടോറിക്ഷ കണ്ടാലേ നമുക്കത് പിന്നെ കല്ലാന്ന് തോന്നുന്നു. അള്ളാഹു കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു കച്ചവടത്തിന് ബറക്കത്ത് നൽകട്ടെ. പക്ഷേ രണ്ടാമതായിട്ട് അള്ളാഹു പറയുന്നത് വടക്കഞ്ചേരിക്കുമാർക്ക് വേണ്ടി മാത്രമുള്ള ആയത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അള്ളാഹു പറയാ, രാത്രി ഉറക്കമില്ലാതെ പകലിൽ വിശ്രമമില്ലാതെ ബിസിനസ് ചെയ്താലും ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ആ
കച്ചവടങ്ങളൊന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. എല്ലാ രാത്രിയിലും കട തുറന്നാല്, ഞാൻ അതിന്റെ പുറകെ നടന്നാല് എന്റെ ജീവിതം മെച്ചപ്പെടൂ, ഞാൻ പണക്കാരനാകൂ എന്ന ബോധ്യം വരല്ല സഹോദര. കോടിക്കണക്കിന് അള്ളാഹു തന്നാലും ആ കോടിക്കണക്കിന് തന്നതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തില്ലെങ്കിൽ, അള്ളാഹു എന്നെ അനുഗ്രഹം തന്നില്ലെങ്കിൽ ആ പണം കൊണ്ട് നിനക്ക് കാര്യമില്ല. ഒരു മാസം 980 കോടി രൂപ വരുമാനമുള്ള ആളാണ് റിലയൻസ് സാമ്രാജ്യത്തിന്റെ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും. പക്ഷേ അനിൽ അംബാനി സ്ഥാപിച്ച ധീരുഭായ് അംബാനി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ സമ്പന്നതയിലൂടെയാണ് മക്കളായ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും വളരുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു മാസം 980 കോടി രൂപ വരുമാനം ഉണ്ടായിട്ടും അവരുടെ അമ്മ ഇപ്പോഴും കണ്ണീരിലാണ്. കാരണം സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുകയില്ല, സഹോദരങ്ങളുടെ ഭാര്യങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്നേഹം പങ്കിടാൻ കഴിയാട്, അനുഭവങ്ങൾ പങ്കിടാൻ കഴിയാട്. വീട്ടിലോട്ട് കയറി പോകുമ്പോ സ്നേഹിക്കാനൊരു ഭാര്യയില്ലാതെ കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ, കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ, കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ. വാപ്പ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തരാൻ പൊന്നുമക്കളില്ലെങ്കിൽ ആ സമ്പന്നതക്ക് ഇതൊക്കെ ബറക്കത്താവുള്ളത്. മനുഷ്യ ജീവിതത്തിൽ പകരം വെക്കാനില്ലാത്ത 2 മുഹൂർത്തങ്ങളാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആ മുഹൂർത്തത്തിന് പകരം വെക്കാനൊരു മുഹൂർത്തമില്ല. അതിലൊന്നാമത്തെ മുഹൂർത്തം കുറെ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അവസാനം വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയും മക്കളുമൊക്കെ വാപ്പ വരുന്നതും കാത്ത് ഭർത്താവും വരുന്നതും കാത്തിരിക്കുമ്പോ വീട്ടിൽ പോയി ദിവസങ്ങൾക്ക് ശേഷം ഗൾഫിൽ പ്രസംഗത്തിന് പോയോ നാട്ടിൽ കിടന്നിട്ടോ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോ ബെല്ല് കേട്ട ഉടനെ മുമ്പിലെ വാതിൽ തുറന്ന് ഓടി വന്നിട്ട് കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് കരുത്തിലോട്ട് കെട്ടിപ്പിടിച്ച് കുഞ്ഞിളം കൈകളെ കരുത്തിൽ കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം നിന്ന് ഉപ്പാ എന്ന് കുഞ്ഞിളം മോണ കാട്ടി പുഞ്ചിരിച്ചിട്ട് കവളത്ത് ചുണ്ടു ചേർത്ത് മുത്തം നിന്ന് ആ മുത്തത്തിന്റെ ഇടയിൽ മിഠായി തേടി ചുപ്പയുടെ പോക്കറ്റിലേക്ക് കുഞ്ഞിളം കൈകൾ പോകുമ്പോ കെട്ടിപ്പിടിച്ചു മുത്തം നിന്ന് പോക്കറ്റിലെ മിഠായിക്ക് പരതി നടക്കുന്ന പൊന്നുമക്കളുടെ ഒരു ചിത്രം ജീവിതത്തിൽ ഇതിന് പകരം വെക്കാൻ വേറൊരു മുഹൂർത്തമില്ല. വീട്ടിലേക്ക് പോകുമ്പോ പൊന്നുമക്കളെ കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം തരുമ്പോ അതിന് പകരം വെക്കാം പിന്നെ ഒരു മുഹൂർത്തം ജീവിതത്തിൽ ഇല്ല സഹോദരങ്ങളെ. രണ്ടാമത്തെ മുഹൂർത്തം ഏതെന്നറിയുമോ? അത് രണ്ടാമത്തെ മുഹൂർത്തം വീട്ടിൽ കുളിച്ചിട്ട് കയറി വരുമ്പോ ഈ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിച്ച് വീഴുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന ഉമ്മ ഓടി വന്നിട്ട് ഇടത്തെ കൈകൊണ്ട് കരുത്തിലൂടെ കെട്ടിപ്പിടിച്ചു ഉമ്മാന്റെ നമ്മളെ നൊന്ത് പ്രസിദ്ധ ഗർഭാശയത്തിന്റെ സ്ഥാനത്തേക്ക് മുഖം ചേർത്ത് വെച്ച് വലത്തെ കൈ കണ്ട് ഉമ്മയുടെ തലയിൽ കിടന്ന അടുക്കളയുടെ കരിപുരണ്ട, അടുക്കളയുടെ ഒരു വല്ലാത്ത ഗന്ധം പുരണ്ട തലമുണ്ടെടുത്ത് തോർത്തുമുണ്ടെടുത്ത് മോനെ കൈവെള്ള താനേ തലയിൽ വെള്ളം കിടന്നാൽ പനി വരും കൺമണിയെ എന്ന് പറഞ്ഞ് ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ ഗന്ധമുള്ള തോർത്തെടുത്തിട്ട് നമ്മുടെ തല തോർത്തി തന്ന ഒരനുഭവം. അത് ദുബൈയിലെ 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ബാത്ടബിൽ സുഖം കിട്ടില്ല. ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ ഗന്ധമുള്ള ചെറിയ തോർത്തുമുണ്ട് കൊണ്ട് നമ്മുടെ തല തുറത്തി തന്ന ബാല്യകാലം. അത്താഴം കഴിക്കാതെ നേരത്തെ ഉറങ്ങുമ്പോ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് മോനെ അത്താഴപ്പട്ടിന് കിടന്നാൽ അരക്കാടപ്പച്ചിയുടെ ഇറച്ചി കുറഞ്ഞു പോകും പൊന്നുമോനെ എന്ന് പറഞ്ഞ് ഉറക്കച്ചടവിലും മടിയിലിരുന്ന് ഉമ്മ മാറി തന്ന ഭക്ഷണത്തിന്റെ രുചി, ആ ഭക്ഷണത്തെക്കാൾ രുചിയുള്ളൊരു ഭക്ഷണം പിന്നെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. തൊട്ടിലിൽ കിടന്ന് താരാട്ടുമ്പോ എന്റെ ഉമ്മ പാടിത്തന്ന താരാട്ട് പാട്ടിനേക്കാൾ ഇമ്പമുള്ള സംഗീതം പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടേയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഇമ്പമുള്ള സംഗീതം ഈ വരിയാണ്. ഉമ്മ താരാട്ട് പാടിത്തന്ന വരി ലാ ഇലാഹ അല്ലഫൽ അലിഫു നിളാമ മദ്ഹിയൽ ആലിആൽ അവല സുതൂരി ബിസ്മില്ലാഹി ബദൽ ഖാലിഖാൽ. വീരനാമലിയാരുടെ വീര
വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ആരംഭ പുനരാരമേ. ഇതിനേക്കാൾ മധുരമുള്ള, ഇതിനേക്കാൾ ഇമ്പമുള്ള ഒരു സംഗീതം പിന്നെ ഞാൻ എന്റെ കാതിൽ കേട്ടിട്ടില്ല. ഇതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് തിരിച്ചറിയുമ്പോ എത്ര കോടികൾ സമ്പാദിച്ചാലും വീട്ടിലേക്ക് കയറി പോകുമ്പോ സ്നേഹിക്കാനൊരു ഭാര്യ, കെട്ടിപ്പിടിച്ചു മുത്തം തരാ പൊന്നുമക്കളില്ലെങ്കിൽ പിന്നെ ആ സമ്പത്തിനെന്ത് ബറക്കത്താണുള്ളത്. അള്ളാനെ മറന്നിട്ടുണ്ടാക്കിയ സമ്പത്ത്, നിസ്കാരം മുടക്കിയിട്ടുണ്ടാക്കിയ സമ്പത്ത്, അച്ഛന് പോകാതെ കൂട്ടിവെച്ച സമ്പത്ത്, അതിന് ബറക്കത്തില്ല. അള്ളാഹു പറയാണ്, യഥാർത്ഥ യുവാക്കൾ അവരുടെ കച്ചവടം അല്ലാഹുവിനെ തൊട്ടവരെ തടയുകയേയില്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മക്ക കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഒരു ദിവസം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലാകെ 4 ദിർഹമാണുള്ളത്. എന്റെ കുടുംബത്തെ പോറ്റാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ. ഞാനൊരു കച്ചവടത്തിന് ഇറങ്ങുകയാണ്, അങ്ങ് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. 4 ദിർഹവും തന്റെ കയ്യിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ സമ്പത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ദുആ ചെയ്ത നബി തങ്ങൾ 4 ദിർഹമേ കയ്യിലുള്ളൂ. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ടുവരുന്ന നബിയെ, ഞാനൊരു കച്ചവടത്തിന് ഇറങ്ങാൻ, അങ്ങൊന്ന് ദുആ ചെയ്യണേ നബിയെ. അതുകൊണ്ടാണ് ഇന്നും പലരും കച്ചവടം തുടങ്ങുമ്പോ തങ്ങന്മാരുടെ അടുക്കൽ, നല്ല നല്ല ആലിമീങ്ങളുടെ അടുക്കൽ ഒന്ന് കൊണ്ടുപോയി ദുആ ചെയ്ത് തുടർന്ന് തരണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ ജുവലറി തുടങ്ങി, ടെക്സ്റ്റൈൽസ് തുടങ്ങി, തങ്ങളെ കൊണ്ടുവന്നു, നാട മുറിച്ചു. അൽ ഫാത്തിഹ, اللهم بارك له في سعيه وفي مده وبارك له فيما اعطيته كله. അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എന്ന് സയ്യിദന്മാർ ആലിമീങ്ങൾ ഹഫ്ളുകൾ ദുആ ചെയ്തു. അതിന് ബറക്കത്തുണ്ടാവും. ഇതിന് ബറക്കത്തുണ്ടാവൂലേ? ബറക്കത്തുണ്ടാവൂലേ? പിന്നെ ആര് നമ്മൾ ചെയ്യണതല്ല, നമ്മൾ കാവ്യമാധവനെ കൊണ്ടുവന്ന് മുറിച്ചു. ഏത് ബറക്കത്തുള്ള ഒരു സാധനം തുടങ്ങുമ്പോഴും കാവ്യമാധവൻ മുറിച്ചു, മമ്മൂട്ടി മുറിച്ചു, മോഹൻലാൽ മുറിച്ചു. ആ മുറിക്കണ ഒരു റിബ മുറിക്കുന്നതിന് കൊടുക്കണ എത്രയാ? 5 ലക്ഷം. ഈ പെണ്ണ് വന്നത് ഒരു നാട മുറിക്കണതിന്റെ ഫീസ് 5 ലക്ഷം. എന്നാ നിന്റെ പ്രധാനപ്പെട്ട അവയം മുറിച്ച് ഒസാക്ക് പോലും 500 രൂപ കൊടുത്തിട്ടില്ല. എന്നാ ഇതിനേക്കാൾ കഷ്ടപ്പാടിനാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർമ്മ, വളരെ പ്രധാനപ്പെട്ട കർമ്മം നടത്തുന്ന ആൾക്ക് 500 രൂപ തികച്ചു കൊടുക്കാത്തവൻ ഒരു 0.5 മൈക്രോ മില്ലി മാത്രമുള്ള റിബൺ മുറിക്കാൻ 5 ലക്ഷം കൊടുക്കാൻ അവനോട്ട് പിശിക്കില്ല താനും. എന്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങൾ കച്ചവടക്കാരാണല്ലോ ഇവിടെ കൂടുതൽ ആണല്ലോ, ബറക്കത്തുണ്ടാവണം. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു 4 ദിർഹം. പിന്നെ ആ കൊച്ചു കച്ചവടക്കാരനെ കാണുന്നത് എവിടെയെന്നറിയോ? ഒരു കൊച്ചു കച്ചവടക്കാരനെ കാണുന്നത് എവിടെയെന്നറിയോ? പിന്നെ കാണുന്നത് 4 ദിർഹവുമായി നബി തങ്ങൾ ദുആ ചെയ്ത ദിർഹവുമായി കച്ചവടം തുടങ്ങിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ കോടീശ്വരനായി മാറി. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലെ മിമ്പറിൽ ഖുത്ബ ഓതുമ്പോ ആ സമയത്ത് പള്ളിയുടെ മറുഭാഗത്തുള്ള അങ്ങാടിയിൽ റോമയിൽ നിന്ന് വന്ന കച്ചവടക്കാര് സാധനം കൊണ്ടുവന്ന് മറിച്ചിട്ടു. ആ മറിച്ചിടുന്ന ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബ കേട്ടുകൊണ്ടിരുന്ന സഹാബാക്കൾ പള്ളിയുടെ വാതിലിലൂടെ ഇറങ്ങിയിട്ടോടുകയാണ് കച്ചവട സാധനം വാങ്ങിക്കാൻ. ആദ്യം വരുന്നവരുടെ കയ്യിൽ നിന്ന് നല്ല നല്ല സാധനം വാങ്ങിക്കാൻ സഹാബത്ത് മുഴുവൻ ഖുത്ബക്കിടയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. 12 സഹാബത്ത് മാത്രമാണ് പള്ളിയിൽ അവശേഷിച്ചത്. ആ സമയത്താണ് ആയത്തിറങ്ങിയത്. ആ സമയത്താണ് ആയത്തിറങ്ങിയത്. നബിയേ وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا.
അങ്ങ് മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോ അങ്ങ് ഉപേക്ഷിച്ചിട്ട് അവര് ഇറങ്ങിപ്പോയ നബിയെ, ആയത്തിറങ്ങിപ്പോയി. ഇതറിഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കച്ചവട സംഘം മക്കയിൽ മദീനയിൽ വന്നപ്പോ സഹാബത്ത് പോലും പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ എന്റെ കച്ചവടം കാരണമായെങ്കിൽ ആ കച്ചവടത്തിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ സദഖ ചെയ്യുന്നു യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, 4 നയാ പൈസ കയ്യിൽ വെച്ച് കച്ചവടം ചെയ്ത ആൾ മക്ക കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയതെങ്ങനെയാ? അവരുടെ കച്ചവടം അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് തടസ്സപ്പെടുത്തിയിട്ടില്ല. തന്റെ കച്ചവടത്തിന്റെ പേരിൽ ഖുർആനിലൊരായത്തിറങ്ങിയപ്പോ തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് സദഖ ചെയ്തു. മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ കച്ചവടത്തിന് ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമ്പത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമ്പത്ത് നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. കോടിക്കണക്കിന് രൂപ സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കെട്ടിക്കിടക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്ന് മലേഷ്യയിലേക്കും, മലേഷ്യയിൽ നിന്ന് ബെയ്ജിംഗിലേക്കും, ബെയ്ജിംഗിൽ നിന്ന് ബെർലിനിലേക്കും സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് സഞ്ചരിച്ച ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് സാമ്രാജ്യത്തിന്റെ അധിപതി ബഹുമാനപ്പെട്ട രാജംപിള്ള തിഹാർ ജയിലിന്റെ പരിപരുത്ത സിമന്റ് ബെഞ്ചിൽ കിടന്ന് അവസാനം മരിക്കുമ്പോ അയാളുടെ സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഡോളർ കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ തിഹാർ ജയിലിന്റെ സിമന്റ് ബെഞ്ചിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അവസാനം ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടാൻ കോടീശ്വരനായ രാജംപിള്ളക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് എന്ത് നേടാനാണ്? അല്ലാഹു നിനക്ക് തരണമെന്ന് തീരുമാനിച്ചാലല്ലാട് ലോകരാഷ്ട്ര തലവന്മാര് പോലെ കിടുകിടാവർപ്പിക്കുന്ന രാജാധികാരിയാണ് ദുബൈയുടെ ഭരണാധി ഷെയ്ഖ് മുഹമ്മദ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തവ്വലല്ലാഹു അംറാ. ലോകരാഷ്ട്രങ്ങളെ കിടുകിടാവർപ്പിച്ച ഭരണാധികാരിയാണ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന മഹാനായ ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മുമ്പിൽ മുട്ടുപറച്ചിട്ടല്ലാട് ഷെയ്ഖ് മുഹമ്മദിന്റെ ദുബൈയിലെ സബീൽ പാലസിലേക്ക് മുട്ടുപറച്ചിട്ടല്ലാതെ ഒരു ഭരണാധികാരി പോലും കടന്നു വരാറില്ല. ബറാഖ് ഹുസൈൻ ഒബാമ പോലും കടന്നു പോയപ്പോ കണ്ണഞ്ചി പോയ ജബീൽ പാലസിൽ അദ്ദേഹം മുട്ടുപറച്ചിട്ടുണ്ട് എന്ന് ദുബൈ ഭരണാധികാരിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ജബീൽ പാലസിലേക്ക് കണ്ണുവറക്കാട് കണ്ണഞ്ചാട് കാല് വറക്കാതെ കടന്നു പോയ ഒരേ ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, കാബിദുൽ അർവാഹ് മലക്ക് അസ്രായീന് മുട്ടുപറച്ചിട്ടില്ല, അസ്രായീന് കാല് പറച്ചിട്ടില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അണുകുടുംബത്തിൽ ജനിച്ച് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നങ്ങളെ പോലെ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തിരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തിപ്പോയ പാതിരാത്രിയെ പകരാക്കി മാറ്റി ലോകത്തിന്റെ നാട്ടുവർത്തമാനങ്ങൾ പോലും കൂണുപോലെ കുമിഞ്ഞു പൊന്നുന്ന സൈബർ കഫേകളിലും ഇന്റർനെറ്റ് കഫേകളിലും പാതിരാത്രിയിൽ അന്യപെണ്ണിന്റെ ശരീരവുമായി ചാറ്റിംഗ് നടത്തുന്ന ഭർത്താവ് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെട്ടു പോകുന്ന യൗവനത്തോത്ത് പരിതപിച്ചിട്ട് കിട്ടുന്നവന്റെ കടപ്പുറയുടെ ചൂടും ചൂരുമറിയാട് പാതിരാത്രിയെ പകലാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, സ്വയം പരിശുദ്ധരാകണമെന്ന് പറയുമ്പോ അതിനിയും കാലാവധി ഉണ്ടല്ലോ എന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട നവകാല യുവത്വ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുകയാ. ലോകത്തിന്റെ ഒന്നാമത്തെ ഹാൻസമായിരുന്ന യൂറോപ്പിലെ പെൺകുട്ടികൾ മുഴുവൻ സ്വപ്നം കെടുത്തിയിരുന്ന ലോകത്തിന്റെ ഒന്നാമത്തെ ഹാൻസമായിരുന്നല്ലോ ഷെയ്ഖ് മുഹമ്മദ് എന്ന ഭരണാധികാരിയുടെ മകൻ ഷെയ്ഖ് റാഷിദ്. ആ ഷെയ്ഖ് റാഷിദ് കുതിരപ്പന്തയത്തിൽ ഒന്നാമതെത്തിയ ഷെയ്ഖ് റാഷിദ് അവസാനം അസ്രായിൽ വന്ന് പിടിക്കുന്ന സമയത്ത് 13,000 കോടി ഡോളർ സമ്പാദ്യമുണ്ടായിരുന്ന ഷെയ്ഖ് റാഷിദ് ദുബൈയിലെ മരുപ്പറമ്പിന്റെ കബറിലാണ് അടക്കപ്പെട്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുബൈയിലെ സബീൽ പാലസിന്റെ സ്വർണ്ണക്കട്ടിലിരുന്നവനും 6 അടി മണ്ണിലേക്കാണ് അടങ്ങേണ്ടി വന്നതെങ്കിൽ മരിക്കുന്ന സമയത്ത് പണമോത്തിട്ടൊന്ന് വിലപിക്കാൻ പോലും يستطيعون توصيا ولا إلى آخرهم يرجعون.
ഒരു വസിയത്ത് എഴുതി വെക്കാൻ പോലും സാധ്യമല്ലാതെ മരണദൂതൻ പിടിച്ചുകൊണ്ട് പോകുമ്പോ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവനെ പോലെ സിനിമാ തിയേറ്ററിലെ 2.5 മണിക്കൂർ പൊട്ടിച്ചിരിപ്പിച്ച ലോകം കണ്ട ഹാസ്യ സാമ്രാട്ടാണ് ചാർലി ചാപ്ലിൻ. ആ ചാർലി ചാപ്ലിന്റെ 125ാമത്തെ ജന്മദിനമാണ് മിനിങ്ങാന്ന് കടന്നുപോയത്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവനെ 2.5 മണിക്കൂർ തന്നെ മുഖത്തിന്റെ ഹാസ്യഭാവം കൊണ്ട് പൊട്ടിച്ചിരിപ്പിച്ച ചാർലി ചാപ്ലിൻ പോലും മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. ചിന്തിച്ചോ നിങ്ങൾ. ചാർലി ചാപ്ലിൻ പോലും മരിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച ആളാണ് സഖാവി കെ നയനാർ. മാരകമായ രോഗം ബാധിച്ച് ലണ്ടനിലെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ യാത്ര അയക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കൈപിടിച്ചിട്ട് പൊട്ടിക്കയറുന്ന സഖാവ് നയനാരുടെ ചിത്രം പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വന്നതാണ്. പൊന്നുമോനെ അഹമ്മദ് കബീരൻ കരയുന്ന ദിവസമുണ്ട്. ഈ 2 മണിക്കൂർ ഒരാള് പ്രസംഗിച്ചാല് 2.5 ലക്ഷം അക്ഷരം പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 2 മണിക്കൂറായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 2.5 ലക്ഷം അക്ഷരം ഇത്രയും സമയം കൊണ്ട് പറഞ്ഞ ഞാൻ ഒരക്ഷരം പോലും പറയാൻ കഴിയാതെ ഉമ്മ എന്നൊന്ന് വിളിക്കാൻ കഴിയാതെ അക്ഷരം എന്റെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്ന കാറിൽ സഞ്ചരിച്ചവനെ മയ്യത്ത് കെട്ടിലേറ്റിക്കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് പെണ്ണേ. 2.5 മണിക്കൂർ നിന്നെ സിനിമാ തിയേറ്ററിൽ നിന്റെ വീട്ടിലെ ടിവിയിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? പറ, നിന്റെ കൽപ്പന എവിടെ? കാർമുകിലിന്റെ നിറമുള്ള വർണ്ണരാജിയുടെ കവിളുകളുള്ള നിതംബമെത്തു നിൽക്കുന്ന കാർക്കൂന്തലുകളുള്ള മാൻപേടകളുടെ മിഴികളുള്ള തന്റെ കവിളത്തെ നുണക്കൊടി കൊണ്ടും തന്റെ കവിളത്തെ മറുതുകൊണ്ടും മലയാളിയുടെ മനസ്സിൽ തേടിയ നിന്റെ മേനക എവിടെ? നിന്റെ മേനക എവിടെ? എവിടെ പോയി പെണ്ണേ? ഇവിടെ നിന്ന് വെളിപ്പാടകലെ കേരളത്തിന്റെ ചാലക്കുടി ടൗണിലെ ഓട്ടോറിക്ഷക്കാരനായി ജീവിച്ച് അവസാനം പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ സ്ഥാനം നേടിയ മരിച്ചുപോയ കലാഭവമണിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ പറയുമ്പോഴും ചാലക്കുടിക്കാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇന്ന് ഞാൻ വാതിന് വരുമ്പോ ദേശീയപാതയിൽ എത്ര വ്യക്തികളാ കലാഭവൻ മണിക്ക് വേണ്ടി. എന്നാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കലാഭവമണിയെ പലരും ആദരിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ആദരസൂചകമായി ഫ്ലക്സ് വെക്കുമ്പോഴും മരിച്ചുപോയ കലാഭവമണിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ചാലക്കുടിയാറിന്റെ പുരത്തേക്കുള്ള വീട്ടിലേക്ക് വരുമ്പോ കലാഭവമണിയുടെ തിരുശരീരം കാണാൻ മലയാളത്തിന്റെ സെലിബ്രിറ്റികളായ സിനിമാ നടന്മാർ വന്നപ്പോ ആ സിനിമാ നടന്മാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ മരണത്തിന്റെ വിലാപയാത്രയിൽ കണ്ണീരണിഞ്ഞവരെ ശ്രമിച്ചപ്പോ കലാഭവമണിയുടെ ശരീരം പോലും തറയിലേക്ക് വീഴേണ്ടി വന്നില്ലേ. അവസാനം തന്റെ ചാലക്കുടിയാറിന്റെ തീരത്തുള്ള വീട്ടിന്റെ മുന്നിൽ വെച്ച പട്ടടയിലേക്ക് ചിതയിലേക്ക് ആ മനുഷ്യൻ എരിഞ്ഞിറങ്ങുമ്പോ വിറക് കൂമ്പാരത്തിന്റെ മുകളിലേക്ക് ആ ശരീരം വെച്ച് അതിലേക്ക് തീയാഞ്ഞു പിടിച്ച് ചിതക്ക് തീ കൊളുത്തിയപ്പോ ആ തീക്കുണ്ടത്തിലിരുന്നിട്ട് കലാഭവമണിയുടെ നെഞ്ചിൻ കൂടി പൊട്ടിത്തെറിക്കുമ്പോ തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ ആ തീനാളത്തിന് അടുത്തിരുന്നിട്ട് പോലും സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നെങ്കില് ആരായിവര് ചുരുക്കം ചില ആളുകൾ മാത്രം അദ്ദേഹത്തെ ഓർത്ത് പൊട്ടിക്കറയുമ്പോ തീച്ചാളിയുടെ അടുത്തിരുന്ന് സെൽഫി എടുക്കാൻ പോലും തീരുമാനിക്കുമ്പോ ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചത്. അവരായിരുന്നു അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ സഹോദരാ, ആ സമയത്തും പൊട്ടിക്കരയാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരല്ലാതെ മറ്റൊരാളില്ലാത്ത സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാ. നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാൻ ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളൂടി അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ അവസാന സമയത്ത് നമ്മുടെ കൂട്ടുകാര് വെറുതെയാണ്, നമ്മുടെ വീട്ടുകാര് വെറുതെയാണ്. ആരാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും വീട്ടുകാരനാണെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെല്ലാം 6 അടി മണ്ണിലേക്ക് കൂട്ടുവരികയില്ലല്ലോ. 6 അടി മണ്ണിൽ നമ്മൾ തന്നെയാണല്ലോ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ
ഇടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ. സ്നേഹിച്ചവരൊക്കെ 6 അടി മണ്ണിലേക്കും മണ്ണ് മാറിയിട്ടിട്ട് തിരിച്ചു പോകുന്ന ദിവസം